ഹായ് ഓൾ, ഇന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇന്നവൻ എൻ്റെ മോൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അവന് പുതിയ യൂണിഫോമും സോക്സും ഷൂവും ഒക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുപോകാൻ പോവുക. അവിടെ ചെന്ന് കരയോ ഇല്ലയോ എന്താണെന്നൊന്നും അറിയില്ല, ആ ടെൻഷനിലാണ് പോയത്. ഒരുങ്ങി കുട്ടപ്പന, ഇതാണ് അവൻ്റെ യൂണിഫോം. ഇവിടെ സെൻറ്റ് ജൂഡ് എന്ന് പറയുന്ന സ്കൂളിലാണ് അവൻ. അപ്പോൾ അടുത്തത് ഉമ്മ കൊടുക്കുന്ന ചടങ്ങിലാണ്. അപ്പോൾ അവയ്ക്കും അവൻ്റെ അമ്മയ്ക്കും പിന്നെ എനിക്കും എല്ലാവർക്കും അവനും. ആകൂട്ടാ, അപ്പം ഇങ്ങോട്ട് നോക്കേ. മോൻ കരയോ? എൻ്റെ പൊന്ന് കരയോ? ഉറപ്പാണോ? കരയത്തില്ലല്ലോ? ഗുഡ് ബോയ്. ഓക്കെ, സ്മാർട്ടായിട്ടിരിക്കണം കേട്ടോ. മറുപടി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി കണ്ടറിയാം. ഇതാണ് നമ്മൾ സ്കൂളിൻ്റെ എൻട്രൻസ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ ഒത്തിരി പേരൻസും സ്റ്റുഡൻസും ഒക്കെ വന്നു കഴിഞ്ഞ് സ്കൂളിൻ്റെ വാതിലിൻ്റെ അടുക്കലേക്ക് എത്തും തോറും ഓരോ കുഞ്ഞുങ്ങളുടെ നിലവിളിയും നമുക്ക് കേൾക്കാം. ആദ്യത്തെ ദിവസമാണ്, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തോരം നിലവിളികൾ അവിടെ കേൾക്കാം. നമുക്ക് ഓരോ കുഞ്ഞുങ്ങളുടെ പലതരം കരച്ചിലും ബഹളങ്ങളും നമുക്ക് കേൾക്കാമായിരുന്നു. ഇവനെയും കൊണ്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചാണ് ഉള്ളിലേക്ക് കയറിയത്. പക്ഷേ ഞാൻ പേടിച്ചതുപോലൊന്നും സംഭവിച്ചില്ല കേട്ടോ. ആൾ നല്ല സ്മാർട്ടായിട്ട് അകത്ത് കയറിപ്പോയി. അതിന് ഞാനും. ഇതാണ് അവൻ്റെ കൂട്ടുകാർ, ഇതാണ് അവൻ്റെ ക്ലാസ്. LKG E ആണവൻ. അപ്പം ടെമ്പററി ആയിട്ട് ഒരു ID കാർഡും ഒക്കെ തന്നു. ഇതൊക്കെ പിൻ ചെയ്ത് ആൾ നല്ല സ്മാർട്ടായിട്ട് ക്ലാസ്സിൽ പോയിരുന്നു. എല്ലാവരും പലതരം കരച്ചിലും ഭാവങ്ങളും ഒക്കെ അവിടെ മിന്നി മറിയുന്നുണ്ട്. അപ്പം ഞാൻ ജനലിൽ കൂടെയൊക്കെ ഒന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു അവൻ എങ്ങനെ അവിടെ ഇരിക്കുന്നത്, ഓക്കെ ആണോ എന്നൊക്കെ. പക്ഷെ അവൻ ഓക്കെ ആയിരുന്നു. അവൻ സ്മാർട്ടായിട്ടാണ്. അവൻ കരഞ്ഞതൊന്നുമില്ല. പക്ഷെ ബാക്കി കരയുന്ന കുഞ്ഞുങ്ങളെല്ലാം നോക്കി. ഇതെല്ലാം പുതിയതായി ചേർത്ത കുഞ്ഞുങ്ങളുടെ പേരൻസ് എല്ലാവരും ഇങ്ങനെ ജനലിൽ കൂടെയൊക്കെ നോക്കി എടുത്തുമൊക്കെ അവരെ കുട്ടികളെ നോക്കുമായിരുന്നു. കാരണം മിക്ക കുട്ടികളും കരച്ചില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇതേ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവൻ എനിക്ക് പോവല്ലേ എന്നൊക്കെ പറഞ്ഞത്. വീണ്ടും ഞാനൊന്ന് നോക്കിയപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിക്കുന്നുണ്ടവൻ. അങ്ങനെ അന്വേഷിച്ച് കണ്ട് ഇനി ഞങ്ങൾ വെളിയിലുള്ള ധൈര്യത്തിലാണോ അവൻ ഇന്ന് കരയാതിരുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇനി നാളെ തൊട്ടറിയാം. പിന്നെ നാളെയും മറ്റന്നാളും ഇതേപോലെ കുറച്ച് നേരം ഇരുന്നാൽ മതി. എന്തായാലും ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം അവൻ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ടീച്ചറിനെ ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരെയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ബാഗിന്റെ വള്ളിയിലോ? ആദ്യത്തെ ദിവസമല്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും മറുപടി. പോകെ ശരിയായിക്കോളൂ. അപ്പോൾ ശരി, ബൈ.